ഈ ഒരൊറ്റ ഓയിൽ നിങ്ങൾ തലയിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങളെ മുടി എത്രത്തോളം മാറ്റം ഉണ്ടാകുന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ തന്നെ വന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം അത്രക്കും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന നമ്മൾ കറിയിൽ നിന്നൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് സവാള. ഈ ഒരു സവാള വെച്ചിട്ടാണ് മക്കളെ നമ്മളിത് ചെയ്യണത് കേട്ടോ. സവാളക്ക് മുടി വളർത്താനുള്ള കഴിവില്ലാതെ പിന്നെ എന്തിനാണുള്ളത്? അത്രക്കും നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ മുടി വളർച്ചക്കും. അതുപോലെ തന്നെ മുടി വളർച്ച മാത്രമല്ല കേട്ടോ, മുടി കൊഴിച്ചിൽ, അകാല നിര, അതുപോലെ തന്നെ പൊട്ടിപ്പോവുക, കൊഴിഞ്ഞു പോവുക, അങ്ങനെ ഒരുപാട് എന്താണോ നമ്മളെ മുടിക്കുള്ള പ്രശ്നങ്ങൾ അതെല്ലാം മാറ്റാൻ കഴിയുന്നൊരു സംഭവമാണ് നമ്മൾ ഈ ഒരു സവാള. അപ്പോൾ ആ ഒരു സവാള ഞാനൊന്ന് തൊലിയും കൂടി കളയാതെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാണ് ഈ ഒരു കഷ്ണം ബീട്രൂട്ടാണ് കേട്ടോ. മുടിക്ക് ഇതിലും നല്ലൊരു മെഡിസിൻ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ട രീതിയിലുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മളെ ഒരു ബീട്രൂട്ട്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതുപോലൊന്നും ഇങ്ങോട്ട് അരച്ച് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇതിന് ഒരുപാട് അരയാനോ ഒന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് അരിഞ്ഞാൽ തന്നെ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നല്ല അടിക്കട്ടിയുള്ളൊരു പാത്രം നോക്കിയിട്ട് എടുക്കണം. നല്ല അടിക്കട്ടി ഉണ്ടായിക്കോട്ടെ. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പാത്രം നല്ല അടിക്കട്ടി ഉള്ളതുകൊണ്ട് നല്ല കനും കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് എടുത്തിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി മിക്സിൻ്റെ ജാറിൽ കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളം കൂട്ടിയിട്ട് ഒരിക്കലും അത് ചുവറ്റ് ഒഴിക്കരുത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുക, കൈ കൊണ്ട് അങ്ങോട്ട് വടിച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ കൈ കൊണ്ട് വടിച്ചിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ല ഇതുണ്ടല്ലോ എണ്ണ, കടുകെണ്ണയോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒക്കെ എടുക്കുക. പക്ഷെ ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് തലയിലിടൽ, അതുകൊണ്ട് തന്നെ ഞാനിതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ജഗ്ഗിലിപ്പോൾ ഈ വെളിച്ചെണ്ണ എടുക്കാനുള്ള കാരണം എന്താ നിങ്ങൾ വിചാരിക്കണോ, നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഞാൻ ടിന്നിക്കൊക്കെ ഒഴിച്ച് ബാക്കിയുള്ളത് ജഗ്ഗിൽ ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ള മുടിക്കുള്ള ഹെയർ ഓയിലൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ആട്ടിയ ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും നല്ല കുപ്പിയിൽ കിട്ടുമല്ലോ വെളിച്ചെണ്ണ, അതെടുത്തോളൂ കേട്ടോ. പാക്കറ്റ് വെളിച്ചെണ്ണ എടുക്കണ്ട. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് വിശ്വസ്തോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന മില്ലിലുണ്ടാവും ആട്ടിയ വെളിച്ചെണ്ണ, അതെടുത്തോളി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരുപാട് വെച്ചിട്ടൊന്നും കാണിക്കണില്ല. ഒരു 2 ആഴ്ചക്കൊക്കെ ഉള്ള ഹെയർ ഓയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിന് വേണമെങ്കിൽ ഒരു മാസത്തിന് എന്ത് ചെയ്യാം ഇതിലേറെ. അപ്പം വെളിച്ചെണ്ണ കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ടാവും. ഞാനൊരു കമ്മട്ട് അങ്ങോട്ട് എടുക്കുകയാണ് എന്നല്ലാതെ ഞാൻ അളന്നിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സവാളൻ്റെ അളവ് കുറച്ച് കൂട്ടുക. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ അളവും ഒന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇത് പാകമാവേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് നമുക്ക് നല്ല റോസ് കളറിലുള്ളൊരു എണ്ണ ആയിരിക്കും കിട്ടുക എന്നല്ലേ. അപ്പോൾ റോസ് കളറൊന്നല്ല കേട്ടോ നമുക്ക് കിട്ടുക, നല്ല ഒരു കാപ്പി കളറായിരിക്കും നമ്മൾ എണ്ണ ഉണ്ടാവുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ, വെറും ലോ ഫ്ലെയിമിലാക്കരുത് എന്നാലും ഹൈ ഫ്ലെയിമിലും ആക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കത്തി കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് നല്ലൊരു കാപ്പി കളർ എണ്ണ ആയിട്ട് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നമുക്കൊരു സമാധാനം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു എണ്ണയ്ക്ക്. ചില എണ്ണകളൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, ഭയങ്കര സ്മെല്ലായിരിക്കും. അത് നമ്മൾ എത്ര സോപ്പ് തേച്ചാൽ പോലും പോവാത്ത രീതിയിലുള്ള സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുടിയും വളരണ്ട, മുടിയിൽ ഉള്ളും വേണ്ട, അതുപോലെ തന്നെ കറുപ്പും വേണ്ട, എന്ത് പ്രശ്നമെങ്കിലും സഹിക്കാൻ തയ്യാറായിരിക്കും. കാരണം ആ ഒരു ബാഡ് സ്മെല്ല് കാരണത്താൽ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം ഉലുവൊക്കെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ ഉലുവൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബാഡ് സ്മെല്ല് വരും. പക്ഷേ ഉലുവേൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ, ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് എങ്ങനെ റെഡി ആക്കേണ്ടത് നിങ്ങൾ നല്ലോണം ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇത് കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
അപ്പോൾ ഇതാ ഞാൻ ഇതിങ്ങനെ വെച്ച് കാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വെച്ചതിന് ശേഷം എന്താ വെച്ചാൽ ഋതു മദ്രസിട്ട് വന്നു, ഓൾക്ക് ചായയൊക്കെ കൊടുത്തു. പക്ഷേ ഓളെ സ്കൂൾക്ക് പറഞ്ഞേക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോഴേക്കും നമുക്ക് എണ്ണ റെഡിയാവും. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു എണ്ണ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ നല്ല റോസ് കളറിലുള്ള എണ്ണ അല്ല കിട്ടുക എന്നുള്ളത്. അല്ലെങ്കിലും ഇനിയിപ്പോൾ നമ്മളിത് നല്ലോണം മൂത്തതുകൊണ്ടാണ് കളർ ചേഞ്ച് ആയി നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്ക് ഒരിക്കലും ഇനിയിപ്പോൾ മൂക്കാതെ ഒരു ഡബിൾ ബോയിൽ ചെയ്തിട്ട് കിട്ടുന്ന എണ്ണയിൽ പോലും ഒരു റോസ് കളർ ഇതിനുണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീട്രൂട്ടും അതുപോലെ തന്നെ സവാളയൊക്കെ ഈ ഒരു ഹെയർ ഓയിലിൽ നിന്ന് നല്ലോണം പൊങ്ങി വരും, എന്നിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഇതിൽ കിടന്ന് തിളച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ഇത് കളർ ചേഞ്ച് ആവും. അപ്പോൾ ഇത് കരിയാൻ പാടില്ല കേട്ടോ, കരിയാതെ നോക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളിത് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ കുളിക്കാനൊക്കെ ഒരുങ്ങണതിന് കുറച്ച് മുമ്പായിരിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് നമുക്ക് വിലപ്പെട്ടൊരു എണ്ണയാണ്, നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് എണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യണ സമയത്ത് മുടി ഒക്കെ നല്ല ജടൊക്കെ കളഞ്ഞ് കുളിക്കണതിന് കുറച്ച് മുമ്പായിരിക്കണം ഈ ഒരു എണ്ണ റെഡിയാക്കേണ്ടത്. എന്തെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ പല രീതിയിൽ നമ്മളെ കയ്യിലും പാത്രത്തിലൊക്കെ എണ്ണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ പാത്രങ്ങളൊക്കെ തുടച്ച് തലയെ തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. ആ കയ്യിലൊക്കെ ആവണുണ്ട്. അപ്പോൾ ഒരുപാട് ചണ്ടി ഉണ്ടാവില്ല ഇതിൽ, എന്നാൽ നിങ്ങൾ കണ്ടോളുണ്ടാവും. ഒരു നുരുമ്പ് ചണ്ടി ഉണ്ടാവുള്ളൂ. ബാക്കി ചണ്ടൊക്കെ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പാടേ മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കണ്ടല്ലോ, നല്ല ഊക്കും മുടുക്കും ഒക്കെ ഇട്ട് പിഴിഞ്ഞോളി. നല്ല മസിലൊക്കെ ഉള്ള ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഓലെ കൊണ്ട് അങ്ങോട്ട് പിഴിപ്പിച്ചോളി കേട്ടോ. ഫുള്ള് പോരും. പക്ഷെ എന്നാലും ഇത് പോന്ന് തീരൂല. ഇതെങ്ങനെയാണ് ഫുള്ള് പോരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലോണം പോരുകയാണെങ്കിൽ ഇത് ചണ്ടി ഉണ്ടാവില്ല, ഇത്തിരി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ പിഴിഞ്ഞു. പക്ഷേ പിഴിഞ്ഞ് വിചാരിച്ചിട്ട് കഴിയും പോലെ പിഴിഞ്ഞു, എന്നാൽ എൻ്റെ കൈ വേദനിച്ചിരുന്നില്ല. അത് മുഴുവനും പോന്നിട്ടില്ല. നല്ല നാച്ചുറലായിട്ടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കളയാനൊന്നും തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണം അറിയോ, ഇനി ഇത് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഈ ഒരു നല്ലോണം മുരിഞ്ഞ് നിൽക്കുകയാണ് ഈ ഒരു ചണ്ടി. ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൈ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒലിച്ചൊലിച്ച് നല്ലോണം ആ എണ്ണ മുഴുവനും, ഇപ്പം നമ്മൾ ആദ്യം പിഴിഞ്ഞപ്പോൾ കിട്ടാത്ത എണ്ണക്കഥ ഒലിച്ചൊലിച്ചിറങ്ങണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സത്തൊക്കെ, ഇപ്പം നമ്മളിത് ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ റെഡി ആക്കിയിട്ടുണ്ടെങ്കിലും സത്തൊന്നും കിട്ടിയിട്ടില്ല. ഇനി സത്തൊക്കെ എണ്ണയിലുണ്ട്, എന്നാലും ഈ ഒരു ചണ്ടിയിൽ നല്ലോണം സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ നിരടുമ്പോൾ ഉള്ള എണ്ണ മുഴുവനും പോന്നിട്ട് അതിന് ചണ്ടി ഉണ്ടാവില്ല എന്ന് പറയട്ടെ, അത്രക്കും എണ്ണ കുടിച്ചിട്ടുണ്ടാവും ഇത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് എറിയരുത്, ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ അരിപ്പൻ്റെ അപ്പുറത്തൊക്കെ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഈ എണ്ണയിലേക്കൊക്കെ ഒരു ചണ്ടി വീഴാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനെന്താ വിചാരിക്കണ അറിയോ, ഈ പാത്രം ഉണ്ടല്ലോ, നമ്മൾ റെഡിയാക്കി വെച്ച പാത്രം, അതിലിട്ടിട്ട് കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്പുകയാണ് കേട്ടോ. അങ്ങനെ തിരുമ്പുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇപ്പം ഇത് ചെയ്തത്, എത്രത്തോളം എണ്ണ ഇതിന് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ദിവസം നിങ്ങളിത് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ല മുഴുവനും എണ്ണ ആയിട്ട് മാറുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ആ എണ്ണ തലയിൽ അപ്ലൈ ചെയ്തു. എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു മാറ്റം എൻ്റെ മുടിക്കിട്ട്, ഒരു കട്ടി കൂടിയ പോലെ, അതുപോലെ തന്നെ പെട്ടെന്ന് നീണ്ട പോലെയൊക്കെ. അപ്പോൾ റീതനെ വരുമ്പോഴേക്കും മുടി എന്താ നല്ല നീളം വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ഫോളോ ചെയ്തു. പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനും തുടങ്ങി. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒന്നും കളയാറില്ല. അപ്പോൾ എന്താ അറിയില്ല, മുടിക്ക് നല്ല മാറ്റമാണ് കേട്ടോ. നല്ല മാറ്റം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം. കാരണം നമ്മൾ വെറും വെളിച്ചെണ്ണ മാത്രം ഇട്ടിട്ട് ഒറ്റ ഓട്ടമായിരിക്കും കുളിക്കുന്നതിൻ്റെ 5 മിനിറ്റ് ഒറ്റ ഓട്ടം വെളിച്ചെണ്ണ ഇട്ടിട്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ തലയിലൊക്കെ നല്ലോണം സ്കാൽപ്പിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ കയ്യിൻ്റെ ആ ഒരു വിരലിൻ്റെ തുഞ്ച ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മുടിക്ക്, നമ്മളെ തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും ഒക്കെ സഹായിക്കും. നിങ്ങൾക്ക് നല്ലോണം ബോധ്യമായപ്പോഴാണെന്നറിയോ,
അറിയോ, ഞാനിതൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ പിന്നെ മുടിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ തുടങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ എന്താ അറിയോ, ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇതൊന്നും തേച്ചാൽ മുടി വളരൂല എന്ന്. അത് വെറുതെ പറയാണ്. അപ്പോൾ നിങ്ങൾ തേച്ചാൽ ഇനിയിപ്പോൾ പിന്നെ ഒരു പരാതിയാണ്, ഓരോ ദിവസവും ഓരോന്നിട്ട് പിന്നെ ഏതാ ഞങ്ങൾ തേക്കുകയെന്ന്. നമ്മൾക്ക് ഏതും എടുക്കാം, ഒന്നിന്മേൽ തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഏതെടുത്താലും എന്നും നമുക്ക് ഓരോന്ന് മാറ്റി ചെയ്താലും എല്ലാം നമ്മളെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസേ നമ്മൾ ചേർക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കി വെക്കുക. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ഹെയർ ഓയിലൊക്കെ വാങ്ങാൻ കിട്ടൂലേ, അത് നമുക്ക് ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, അത് വലിയ പുറസത്താണ്. പക്ഷേ ഒരു നീലിപിറങ്ങാതി വെറും 100 ഗ്രാമിൻ്റെ ബോട്ടിലൊക്കെ എത്രയാണ് വില അല്ലേ? അതിൻ്റെ വില കേട്ടാൽ ഞെട്ടും. പക്ഷെ അത് തേച്ച് നോക്കിയാണെങ്കിൽ ഒരനക്കം നമ്മളെ മുടി വളരൂല കേട്ടോ. മുടി വളരൂല എന്ന് പറയാനുള്ള കാരണം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുടി പറ്റ കുറ്റി മുടിയായപ്പോൾ ഓളെ ഹസ്ബൻഡ് കുറേ ബോട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിക്കണേ. നല്ല വിലയാണ്. പക്ഷേ മുടി നീണ്ടിട്ടേ എല്ലാ ആരോടും പരാതി പറയാനുമില്ല. പക്ഷെ നമ്മൾ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പരാതി പറയാൻ ആളുകളുണ്ടാവും. ഒരു രൂപ പോലും ചിലവാക്കിയില്ലെങ്കിലും പരാതി പറയാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. അപ്പോൾ മക്കളെ, നിങ്ങളാരും ഇനി പരാതി ഒന്നും പറയണ്ട. പരാതി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് വിലപിടിപ്പുള്ള എണ്ണകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ ഒരുപാട് കെമിക്കലൊക്കെ ഉണ്ടാവും. കാരണം അത് കേട് വരാതിരിക്കാനും നല്ല സ്മെല്ല് കിട്ടാനും ഒക്കെ അതിൽ കെമിക്കൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താ കുറേ പൈസ ചിലവായി കഴിഞ്ഞാൽ എല്ലാം സന്തോഷമാവൂലേ. അതെന്താ വെച്ചാൽ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയാണ് വരുന്നത്. ഡെക്സൈസ് പോയാൽ നമുക്ക് എത്ര ഭംഗിയുണ്ടെങ്കിലും ആ ഒരു ചുരിദാറിന് വില കുറവാണെന്ന് കണ്ടാൽ നമ്മളെ മനസ്സ് ഇടിഞ്ഞു പോയി, നമുക്കത് വാങ്ങാൻ തോന്നില്ല. പക്ഷെ തീരെ ഭംഗിയില്ലെങ്കിലും നല്ലൊരു ക്ലോത്ത് അല്ലെങ്കിലും എന്താണ് അതിന് നല്ല വിലയാണെന്ന് കണ്ടാൽ നമുക്ക് വാങ്ങാൻ തോന്നും ചെയ്യുമ്പോൾ നമുക്ക് വലിയ സംഭവമായി കാണുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മളെ മൈൻഡ്. അപ്പോൾ വെറുതെ കിട്ടുന്നതിനൊന്നും വിലയില്ല എന്ന് വിചാരിക്കരുത്. വെറുതെ കിട്ടുന്നതിനൊക്കെ വില ഉണ്ടാവും. അത് ഓരോന്നിനും ഓരോ രീതിയാണെന്നുള്ളത് മാത്രം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തോളി. ഈ ഒരു വീഡിയോ എല്ലാവരേക്കും എത്തട്ടെ. കാരണം അത്രക്കും യൂസ്ഫുൾ ആണെന്ന് മാത്രമല്ല, വെറും 2 ചേരുവ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. വളരെ സിമ്പിളാണ്. 1 രൂപ പോലും കൊണ്ടുപോയിട്ട് നിങ്ങൾ കടയിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലുള്ള ഹെയർ ഓയിലൊന്നും വാങ്ങല്ലേ. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കോളി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തേക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴാണോ കുളിക്കുന്നത് അതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ആ തലയിൽ നല്ലോണം തേച്ചിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്യണം. എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ട് എന്തെങ്കിലും ചെമ്പരത്തി താളിയോ എന്തെങ്കിലുമൊക്കെ താളി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ഷാമ്പു അല്ലെങ്കിൽ ആയുർവേദിക് ഷാമ്പു ഒക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, തലയിൽ കുളിക്കുന്ന സമയത്ത് തലയിൽ വെച്ച് കഴുകിയാൽ മതി കേട്ടോ. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ നല്ലോണം സോപ്പ് തേക്കാത്ത ആളുകളാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മുടി നല്ലോണം കഴുകിയാൽ തന്നെ ഉഷാറായിട്ട് അത്യാവശ്യം എണ്ണയൊക്കെ പോകും. പിന്നെ മുഴുവനും എണ്ണ പോയാൽ പിന്നെ നമ്മൾ മുടി പാറൂലേ. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടെ ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ഒക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ഒരു പരാതിയില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.